പോലീസ് പരാതി കൊടുക്കട്ടെ. എന്റെ പേര് പറഞ്ഞ് തട്ടിപ്പുറത്തുന്നു. കേരളത്തിലെ ഒരു മന്ത്രിയാണ്. ശരി രാജു പി നായർ, ഞാൻ വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ വിവാദത്തെ PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു മോശം സമ്പ്രദായത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ അതിൻ്റെ ഒരു പുറത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഓരോ പാർട്ടികളും പൈസ വാങ്ങിച്ചിട്ടാണ് PSC അംഗത്വം വാഗ്ദാനം ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ എഴുതിയ ആൾക്ക് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി PSC അംഗത്വം എന്തോ 50 ലക്ഷം രൂപയോ എന്തോ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഈ UDFൻ്റെ കാലത്താണെങ്കിലും LDFൻ്റെ കാലത്താണെങ്കിലും ഇതുപോലെ ഓരോ ഈ കേരളത്തിലാണ് 21 PSC അംഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 6ഓ 7ഓ ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൽ 9 പേരുള്ളപ്പോൾ കേരളത്തിൽ 21 പേരുണ്ട്. ഈ 21 പേരെയും നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. നേരത്തെ ശ്രീ പിയേഴ്സൺ പറഞ്ഞ കണക്ക്. അതിനുശേഷം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം കേരളത്തിലെ PSC ഒരു പുതിയ സാലറി സ്കെയിലിനൊക്കെ ശുപാർശ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 4 ലക്ഷം രൂപയൊക്കെ വേണമെന്നാണ്, മാസശമ്പളം വേണമെന്നാണ് പുതിയ ഒരു നിവേദനമായിട്ട് PSC തന്നെ സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. അത് സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ പോയാൽ ഈ 60 ലക്ഷം എന്നൊക്കെ പറയുന്നത്, 50 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ തുകയാണ്. അതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റും, തിരിച്ചു വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇതുപോലെയുള്ള ആൾക്കാർ, ഈ പ്രാഞ്ചേട്ടന്മാരും അല്ലെങ്കിൽ മറ്റു പലരും ഇതുപോലെയുള്ള PSC അംഗത്വത്തിനൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് NCP പോലെയും അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസ് പോലെയൊക്കെയുള്ള ചെറിയ പാർട്ടികൾ ഇത് ലേലത്തിന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ JDS ഇപ്പോഴും അത് ലേലത്തിന് വെച്ചിരിക്കുകയെന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ആർക്കും അവർ കൊടുത്തിട്ടില്ല അവർക്ക് കിട്ടിയ PSC അംഗത്വം. പക്ഷേ CPM എന്ന പാർട്ടിയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, പണത്തിന് വലിയ ആവശ്യമൊന്നുമില്ലാത്തൊരു പാർട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു നാണം കെട്ട രീതിയിൽ ഈ ബോർഡ് കോർപ്പറേഷൻ എന്തായാലും അവർക്ക് അവരുടെ ആൾക്കാരെ ഉള്ളതാണ്. ഈ PSC അംഗത്വം പോലെയുള്ള പദവികൾ ഇവിടെ പാർട്ടി പ്രവർത്തകർക്കോ ആർക്കെങ്കിലും ഒക്കെയോ അവിടെ പാർട്ടിയുടെ ആൾക്കാരെ തന്നെ ഇരുത്താൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ 50 ലക്ഷത്തിനോ 60 ലക്ഷത്തിനോ? ആനന്ദ് കൊച്ചുകൂടി, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്തൊരു സാങ്കേതിക ഭാഗം കൂടി ഉണ്ടല്ലോ. ആരാണ് പരാതിക്കാർ, ആര് പരാതിപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഈ PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന വിവരം എങ്ങനെ പുറത്തു വന്നു, ആ വിവരം പുറത്തു വന്നതിന് പിന്നിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാതലായ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടക്കുകയാണല്ലോ. അല്ല, അത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ടുള്ള മനോരമയിലും മാതൃഭൂമിയിലും പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ പല കാര്യങ്ങൾ പുറത്ത് ചെറിയ ചെറിയ ശകലങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആൾ കോഴിക്കോടുള്ള ഒരു ബിസിനസ്മാനാണ്. അമർ എന്നു പേരുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇതിൻ്റെ അകത്തെ വലിയ ഒരു ഭാഗവാക്കായിട്ടുള്ള ആൾ. അദ്ദേഹവും നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ഷംസീറിൻ്റെ സഹോദരനുമായിട്ട് ഉള്ള ബിസിനസ്സുകളെ കുറിച്ചൊക്കെ മാതൃഭൂമിയിൽ പരമ്പരയായിട്ട് തന്നെ പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളുകളായി. അതിനുശേഷം ഈ റിയാസിൻ്റെയും ഷംസീറിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഈ ആരോപണ വിധേയൻ, അദ്ദേഹം ഇപ്പോൾ റിയാസുമായിട്ട് അത്ര നല്ല ബന്ധത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഈ വിഭാഗീയതയുടെ കാരണമായിട്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നതും. റിയാസിനെ കരിവാരിത്തേക്കാൻ മറ്റു വിഭാഗം, കോഴിക്കോട് തന്നെയുള്ള മറ്റു വിഭാഗം നടത്തുന്ന പണിയായിട്ടും, പിന്നെ ഇനിയിപ്പോൾ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ CPMൻ്റെ പലതരത്തിലുള്ള ഈ ജില്ലാ കമ്മിറ്റി, പുതിയ മോഹനൻ മാഷെ മാറ്റി ആര് അവിടെ ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ കോഴിക്കോട് നടക്കുന്നുണ്ട്. അവിടെ ഇതെല്ലാം വിഭാഗീയതയുടെ കാരണമായിട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ജോർജ് എം തോമസിൻ്റെ കാര്യം നമുക്കറിയാം. തിരുവമ്പാടിയിലെ മുൻ MLA ആയിട്ടുള്ള, 2 തവണ MLA ആയിട്ടുള്ള ജോർജ് എം തോമസ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണല്ലോ. അദ്ദേഹത്തിന് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. അതുപോലും ഈ വിഭാഗീയതയുടെ കാരണമാണ്. ഇപ്പോൾ അവിടെയൊക്കെ ജില്ലാ കമ്മിറ്റി ഒരു നടപടിയും എടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ഗോവിന്ദൻ മാഷാണ് കഴിഞ്ഞ തവണ ഒരു ജോർജ് എം തോമസിനെ പുറത്ത് ആക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് പോലും സംസ്ഥാന കമ്മിറ്റികളിലാണ് ഇതിൻ്റെ തീരുമാനം പോലും എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പോലും ഇതെല്ലാം മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് മൂടി വെച്ചില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി പുറത്തു വരും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. വളരെ ചെറിയ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ ഈ എളമരം കരീം ഉപയോഗിച്ച വണ്ടി പോലും ഈ പറയുന്ന ബിസിനസ്സുകാരനെയാണ്. അമർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ ഇന്നോവയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഉപയോഗിച്ചത്.
ഇതുപോലെ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, അവിടെയുള്ള പല ബിസിനസ്സുകാരുമായിട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലെയും ഏരിയ കമ്മിറ്റിയിലെയും പല അംഗങ്ങൾക്കും പല വിധത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളുണ്ട്. ഇത് പത്രങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും പത്രങ്ങളിൽ പേര് വെക്കാറില്ല ബിസിനസ്സുകാരുടെ, പക്ഷേ ഈ ആരാണ് ഏതാണെന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഈ CPM ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ CPM ഇപ്പോൾ ഒരു ഇടതുപക്ഷ പാർട്ടിയല്ല, ഇതൊരു മധ്യവർഗ പാർട്ടി പോലുമല്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഈ വലതുപക്ഷ പാർട്ടി എന്ന്